ഹലോ, എല്ലാവർക്കും എൻ്റെ മൈക്കി ട്വിൻസിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചക്കമരമാണ് കേട്ടോ, പ്ലാവിനെ കണ്ട്. ഇത് ഏറ്റവും താഴെയാണ്, ഇത് നമ്മുടെ ഭൂമിയിലാണ് ഇവരൊക്കെ കിടക്കുന്നത്. ഇത് കണ്ടോ, ഇവൻ ആദ്യം ഉണ്ടായത് അപ്പുറത്ത് കിടക്കുന്നവനാണേ. ഇവൻ രണ്ടാമതുണ്ടായതാണ്. ഇവൻ്റെ ഇവിടെ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. അത് രണ്ടാമത്തെയാണ്. പിന്നെ കുറേ പേരുണ്ടായി. ഇതൊരെണ്ണം അഴുക്കായി കിടക്കുകയാണ്. അത് ഞാൻ അവിടെ തന്നെ കിടന്നോട്ടെ, എടുത്തിട്ടും ഒരു ബലവും ഇല്ല ഇവിടെ. ചക്കയൊക്കെ വരിപ്പയാൻ സിംബോ വന്നിട്ട് പോയി. കണ്ടോ, മുകളിലോട്ട് വരുമ്പം കണ്ടോ 2 ചക്ക. അത് കുരുട്ടടിച്ച പോലെ നിൽക്കുന്നത്. എന്തിനാണ് ഒരുപാട് ചക്ക ഇവിടെ, എനിക്കറിഞ്ഞൂടാ. പിന്നെ അതേ കണ്ടോ, പിന്നെ മുകളിൽ ഇത് പക്ഷേ കുറച്ച് അങ്ങനെ വലുതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ. അവിടെ അതിൽ 3 എണ്ണമാണ് കിടക്കുന്നത്. അതിൽ ഇത് കുഞ്ഞാണ്, അതിനെയും ശുഷ്കിച്ച് കിടക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇതൊരെണ്ണം. പിന്നെ മുകളിലാണ്, ഒരു ബ്രാഞ്ചിലാണ് ഉള്ളത്. കണ്ടോ, ഇതിപ്പോൾ തന്നെ ബ്രാഞ്ച് ഓടിച്ചുകൊണ്ട് താഴെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, പ്ലാവ് നിൽക്കുന്നത് കണ്ടോ, ഇങ്ങനെ ചരിഞ്ഞാണ് നിൽക്കുന്നത്. വെയിറ്റെല്ലാം ഈ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടേ. അപ്പം ഇവരൊക്കെ എന്നാണ് പഴുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. പഴുത്താലേ കാര്യം നടക്കൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കാൻ എടുക്കണം, എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ ഇപ്പം എല്ലാവരും വരുന്നവർക്കൊക്കെ ഒരു അതിശയമാണ്, എല്ലാവരും കയറി ഇങ്ങനെ താഴെ കിടക്കുന്നതുകൊണ്ടേ. അതുകൊണ്ട് തന്നെ നന്നാകുന്നുമില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇതിൽ നിന്ന് ഒന്നൊക്കെ പൊഴിഞ്ഞു പോയി. പിന്നെ ഞാനാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും പറിക്കാനും വരില്ല. അങ്ങനെ നല്ല ഭംഗിയായിരിക്കും. ഇതെന്തോ എന്ത് ചക്കയാണെന്ന് പ്ലാവാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. 3ാമത്തെ പ്രാവശ്യമാണ് ഇതിപ്പോൾ കായ്ക്കുന്നത്. ആദ്യമൊക്കെ ഒന്നൊക്കെയാണ് കായ്ച്ചത്, ഇപ്പം ആണ് ഇത്രയും കായ്ച്ചത്. ഒരുപാട് പൊഴിഞ്ഞും പോയി. ഇത് കണ്ട്, ഇത് ബ്രാഞ്ച് കിടക്കുകയാണ്. ഇത് വീഴുമോ എന്തോ. ഏതായാലും പ്ലാവിൻ്റെ നിപ്പ് കണ്ട ഇങ്ങോട്ടാണ്, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. പിന്നെ വീണ്ടും തിളിർക്കുന്നു. എനിക്കൊന്ന് തിളിർക്കുമ്പോഴാണിത് കായ്ക്കുന്നത്. കണ്ട, ഇത് കണ്ട, ഇല ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന കണ്ട. ഇതിനൊരു മരുന്നുണ്ടോ ഒഴിക്കാനായിട്ട്. അത് ഒരു കർഷകക്കാർ വന്നപ്പം പറഞ്ഞു തന്നെയാണ്. അവരുടെ അത് പോകുന്നൊന്നുമില്ല, അതൊക്കെ ചുമ്മാ ഇങ്ങനെ കാണുമ്പോൾ അവരുടെ പിന്നെ സാധനങ്ങൾ ഐറ്റംസ് ചിലവാകാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണ്. ഒരു സ്ത്രീ ആണെങ്കിൽ ഇവിടെ വന്ന് ഒരു പിന്നെ കോട്ടുകോണം മാവെന്നും പറഞ്ഞ് ഒരു 600 രൂപയ്ക്ക് ഒരു തെങ്ങ് 750 രൂപയ്ക്കും തന്നിട്ട് ഇതുവരെ പിന്നെ ആ സ്ത്രീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെ കാണുമ്പോൾ ഇവിടെ എല്ലാവരും കസ്റ്റഡിയിൽ എടുക്കാതിരിക്കുകയാണ്. കാര്യം മാവൊന്നും അവർ പറഞ്ഞ കണക്കൊന്നും കിളിർത്തില്ലെന്നേ. എന്തെന്നാണ് ഇത്, കള്ളമേ പറയൂ ആൾക്കാർ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ നാളെ രാവിലെ അയോധ്യയിലോട്ട് പോവുകയാണ്, ശ്രീരാമക്ഷേത്രം കാണാൻ. വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാം എടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ നമ്മുടെ ചക്കപ്ലാവിൻ്റെ കാര്യങ്ങൾ കാണണം. എല്ലാവർക്കും അതുവരെ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.